നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാന വാർത്തകൾ. ഉണ്ടായാൽ എനിക്കത് തുറന്നു പറയാനുള്ള ബോധവും വിവരവും എല്ലാം ഉള്ള വ്യക്തിയാണ് ഞാൻ ഇതുവരെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. പിന്നെ രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ്. എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടുമില്ല. രാജ്യസമ്മർദ്ദത്തിന് വഴങ്ങാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ കൊടുക്കാൻ ശ്രമം നടക്കുന്നുവെന്നും പാർട്ടിയെ പ്രതിരോധത്തിലാക്കില്ലെന്നും രാഹുൽ അവന്തികയുമായി നടത്തിയ ചാറ്റും ശബ്ദരേഖയും പുറത്തുവിട്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന കോൺഗ്രസ് നേതാക്കൾ. നിലപാട് ഹൈക്കമാൻഡിനെ അറിയിച്ച് രമേശ് ചെന്നിത്തല. പ്രതികരിക്കാതെ VD സതീശൻ. രാജി തള്ളാതെ KC വേണുഗോപാൽ. ഉത്തരേന്ത്യയിൽ പലയിടത്തും മഴക്കെടുതി. ജാർഖണ്ഡിൽ 24 മണിക്കൂറിനിടെ മരിച്ചത് 5 പേർ. കത്വയിൽ മിന്നൽ പ്രളയം. ജമ്മു കാശ്മീരിൽ ഓറഞ്ച് അലർട്ട്. രാജസ്ഥാനിലും ഒഡീഷയിലും ശക്തമായ മഴ. ചമ്പൽ നദിയിലെ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിൽ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കുതിപ്പ് തുടർന്ന് ഇന്ത്യ. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റത്തിന്റെ ആദ്യ പരീക്ഷണ പറക്കൽ വിജയം. പരീക്ഷണം നടത്തിയത് പാരച്യൂട്ടിന്റെ പ്രവർത്തനക്ഷമത ഉറപ്പാക്കാൻ. രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുന്നതിൽ സുപ്രധാന നാഴികക്കല്ലെന്ന് DRDO. ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായുള്ള നിർണായക പരീക്ഷണം പൂർണ്ണം. രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച് ചേതേശ്വർ പൂജാര. ഇന്ത്യയ്ക്കായി 103 ടെസ്റ്റും 5 ഏകദിന മത്സരങ്ങളും കളിച്ചു. വിരമിക്കൽ പ്രഖ്യാപിച്ചത് എക്സ് പോസ്റ്റിലൂടെ. ആരോപണങ്ങളിൽ വിശദീകരണം നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. തന്നെ കൊടുക്കാൻ ശ്രമം നടക്കുന്നുവെന്നും പാർട്ടിയെ പ്രതിരോധത്തിലാക്കില്ലെന്നും രാഹുൽ പറഞ്ഞു. താൻ കാരണമുണ്ടായ പ്രശ്നങ്ങൾക്ക് പ്രവർത്തകരോട് മാപ്പ് ചോദിക്കുന്നതായും രാഹുൽ പറഞ്ഞു. ട്രാൻസ് വുമൺ അവന്തികയുടെ ശബ്ദ സന്ദേശം പുറത്തുവിട്ടു. രാഹുലിനെ കുറിച്ച് അവന്തികയോട് ചോദിക്കുന്നതാണ് ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ പാർട്ടി ഞാൻ കാരണം ഒരു പ്രതിസന്ധിയിലാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകൻ ഞാൻ കാരണം തലകുനിച്ച് ന്യായീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കെതിരായിട്ട് വന്ന ആരോപണങ്ങൾ, ആ ആരോപണങ്ങളിൽ എൻ്റെ പേര് പറഞ്ഞുകൊണ്ടുള്ളൊരു ആരോപണം ഉന്നയിച്ചത് എൻ്റെ സുഹൃത്തും, ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്, എൻ്റെ സുഹൃത്തും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടതുമായ അവന്തികയാണ്. അവന്തിക അങ്ങനൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, ഓഗസ്റ്റ് മാസം 1-ാം തീയതി വൈകുന്നേരം 8:24 ഇത് ചാറ്റാണ്. ഓഗസ്റ്റ് മാസം 1-ാം തീയതി രാത്രിയിൽ 8:24 അവന്തിക എന്നെ ഫോണിൽ വിളിക്കുന്നു. കാണിക്കാമോ? അത് ഞാൻ കാണിക്കാം. അവന്തിക എന്നെ ഫോണിൽ വിളിക്കുന്നു. അവന്തിക എന്നെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറയുന്നു, ഇപ്പൊ എന്നെ ഒരു റിപ്പോർട്ടർ വിളിച്ചിരുന്നു. ആ റിപ്പോർട്ടർ വിളിച്ചിട്ട് പിന്നെ ചേട്ടനെതിരായിട്ട് എന്തെങ്കിലും പരാതി ഉണ്ടോ, എന്തെങ്കിലും മോശമായ അനുഭവമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനൊരു ആരോപണ പരിസരമോ ഒന്നും ഇല്ലാത്തൊരു സമയമാണ്. എന്ന് വെച്ചാൽ അവന്തികയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം കേൾക്കാത്തൊരു സമയമാണ്. സമൂഹ മാധ്യമത്തിലൂടെ CPM മറ്റൊരു പ്രചണ്ഡമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ, വാലും തലയും ഇല്ലാതെ. അപ്പം ഞാനും ചോദിച്ചു, അവന്തിക അങ്ങനെ എന്താ അങ്ങനെ ഒരു ആരോപണം വരുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാനതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പം അതെന്തോ ചേട്ടനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ചേട്ടനെ വിളിച്ചു പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല, ഇങ്ങോട്ട് വിളിച്ച കോളാണ്. അപ്പോ അതിനുശേഷം ആ കോള് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് അപ്പൊ എന്നോട് പറഞ്ഞു ഞാനത് വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവന്തിക തന്നെ എന്നോട് പറഞ്ഞു ഞാൻ ആ കോള് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എനിക്കത് അയച്ചു തരുമെന്ന് ചോദിച്ചു. അപ്പം ഞാനത് കോള് കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം, സെൻഡ് ഇറ്റ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയക്കും. സെൻഡ് ഇറ്റ് പ്ലീസ്. അതായത് ഇങ്ങനത്തെ കോള് വരുന്നതിനെ പറ്റി എനിക്കൊരു ധാരണ ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പം വെയിറ്റ് എന്ന് പറഞ്ഞു. അന്നേരം തന്നെ ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട്, ക്യാൻ ഐ ആസ്ക് ദം, ഈ വിളിച്ച റിപ്പോർട്ടറോട് എനിക്ക് ചോദിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഓക്കെ ഷുവർ. അപ്പം വാട്ട് ടൈം, കോളിനെ പറ്റിയിട്ടാണ് കേൾക്കുന്നത്. വാട്ട് ടൈം? അന്നേരം പറഞ്ഞു ജസ്റ്റ് നൗ. അപ്പൊ ഞാൻ വീണ്ടും ചോദിക്കുന്നു, ക്യാൻ ഐ കോൾ ദാറ്റ് റിപ്പോർട്ടർ? യെസ്. എന്നിട്ട് ഇനി ഞാൻ ശബ്ദം കേൾക്കും. ആരാണ് പറഞ്ഞത്?
ചേട്ടൻ ന്യൂസ് 18-ലെ റിപ്പോർട്ടറാന്നല്ലേ പറഞ്ഞ, അപ്പൊ അത് സംസാരിക്കുന്നേ. അതങ്ങനെ എല്ലാം മറച്ചു വെച്ച് സംസാരിക്കുന്ന ആവശ്യമില്ലല്ലോ. അല്ല, ഞാൻ കാര്യം പറയാം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ എന്നോട് പറഞ്ഞയാണ് എനിക്ക് ആളുടെ പേര് ഞാൻ ചിലപ്പോ അടുത്ത ഒരു ഫ്യൂ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് പറയാം. പക്ഷെ ഇപ്പം ഞാൻ പറയുന്ന കാര്യം ഉള്ളതാണ് ഇല്ലയെന്ന് പറയാ, ഇല്ലെങ്കിലെ വിട്ടേക്കുക. പറഞ്ഞത് നിങ്ങൾ പ്രത്യേക സിറ്റുവേഷനിലാണ്, ലൈഫ് ത്രട്ടണിങ് തരത്തിലുള്ള ഭീഷണി നിങ്ങൾക്ക് നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ബിക്കോസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് വളരെ പ്രയാസകരമായ ഒരു അനുഭവം നേരിട്ടു. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം പുറത്ത് പറയാൻ പേടിയുണ്ട്, നിങ്ങൾ ആരോടും പറയാതിരിക്കുകയാണ്. അതിന്റെ ചാറ്റും മറ്റേ ഫോൺ റെക്കോർഡ്സും എല്ലാ സംഭവവും നിങ്ങളെ കൈകാര്യം. പക്ഷെ ലൈഫ് ത്രട്ടൺ സിറ്റുവേഷൻ ആയ കണ്ണൻ ദേവ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. കണ്ണൻ, ട്രാൻസ് വുമൺ അവന്തികയുടെ പേരിൽ ഉയർന്ന ആരോപണത്തിൽ ചാറ്റിന്റെ സ്ക്രീൻഷോട്ടും ശബ്ദ സന്ദേശവും ഒക്കെ പുറത്തുവിട്ടാണ് രാഹുൽ പ്രതികരിച്ചത്. അതുപോലെ തന്നെ MLA തിരികെ വീട്ടിലേക്കെത്തി തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് എന്ന അഭ്യൂഹത്തിന് പിന്നാലെ മാധ്യമങ്ങളെ വെട്ടിച്ച് അദ്ദേഹം തിരികെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അതെ, തീർച്ചയായും ഇന്ന് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ അദ്ദേഹം അവന്തികയുടെ ആരോപണങ്ങൾക്ക് മാത്രമാണ് മറുപടി നൽകിയത്. അദ്ദേഹം അവന്തിക രാഹുലിന് അയച്ച വാട്സപ്പ് സന്ദേശം ഉൾപ്പെടെ കാണിച്ചായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. അവരുടെ ശബ്ദ സന്ദേശവും രാഹുൽ കേൾപ്പിച്ചു. ശബ്ദ സന്ദേശത്തിൽ മറ്റൊരു മാധ്യമ പ്രവർത്തകൻ ഈ അവന്തികയോട് രാഹുലിനെ പറ്റിയുള്ള വിവരങ്ങൾ തിരക്കുന്നതും അയാൾക്കെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന തരത്തിലൊക്കെ ചോദിക്കുന്ന ഒരു ശബ്ദ സന്ദേശമായിരുന്നു രാഹുൽ മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ കാണിച്ചത്. അതിൽ അദ്ദേഹം ഇതിലൂടെ പറയാൻ ശ്രമിച്ചത് അവന്തിക താനുമായി നല്ല ബന്ധത്തിലാണ്, അവന്തികയ്ക്ക് ഇങ്ങനെയുള്ള പരാതികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് മുൻപ് തന്നെ ഓഗസ്റ്റ് 1-ാം തീയതിയാണ് ഇത്തരത്തിൽ ശബ്ദ സന്ദേശം ഉൾപ്പെടെ ഫോർവേഡ് ചെയ്തത്. അതായത് മാധ്യമപ്രവർത്തകനോട് സംസാരിക്കുന്ന ശബ്ദ സന്ദേശം ഉൾപ്പെടെ ഫോർവേഡ് ചെയ്തത്. ഇത് ഒരിക്കലും ഇങ്ങനെ തന്നോട് ആരോപണം തനിക്കെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇത്തരത്തിൽ തനിക്ക് തന്നെ ഇത്തരം കാര്യങ്ങൾ അയച്ചില്ല എന്ന തരത്തിലായിരുന്നു രാഹുൽ പ്രതികരിച്ചത്. മാത്രമല്ല ഈ മാധ്യമങ്ങളെ കണ്ട സമയത്ത് മറ്റ് കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ടാകുന്ന വിഷമത്തിൽ ഇത്തരത്തിൽ തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾക്ക് ക്ഷമ ചോദിക്കുന്നതായും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നു. ഈ അവന്തികയുടെ ആരോപണങ്ങൾക്ക് മാത്രമാണ് അദ്ദേഹം ഇന്ന് ഉത്തരം നൽകിയത്. രാജി സംബന്ധിച്ച് ഒന്നും തന്നെ പറഞ്ഞില്ല. മാത്രമല്ല ഇതിനുശേഷം അദ്ദേഹം MLA ബോർഡ് വെച്ച കാറിൽ പുറത്തിറങ്ങി തിരുവനന്തപുരത്തേക്ക് പോകുന്നു എന്ന ഒരു അഭ്യൂഹമുണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഇദ്ദേഹത്തെ പിന്തുടരുന്നുണ്ടായിരുന്നു. എന്നാൽ ഇവരെയൊക്കെ വെട്ടിച്ച് തിരികെ വീട്ടിലേക്ക് ഇദ്ദേഹം എത്തി. അതായത് MLA ബോർഡ് വെച്ച കാറിൽ നാട്ടിലിറങ്ങി സഞ്ചരിച്ച ശേഷം വീണ്ടും തിരികെ എത്തുന്ന ഒരു രീതി ഇദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ തിരികെ വന്നപ്പോഴും ഇദ്ദേഹം മറ്റൊന്നും പ്രതികരിച്ചില്ല. രാജി സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും അദ്ദേഹം അതിനൊന്നും മറുപടി നൽകിയില്ല. എന്തായാലും വരും ദിവസങ്ങളിലും ഇനിയും പല കാര്യങ്ങളും തനിക്ക് വെളിപ്പെടുത്താനുണ്ട് എന്ന് അദ്ദേഹം ഈ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. അതായത് മറ്റ് നേതാക്കൾക്കെതിരെയും അല്ലെങ്കിൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്കെതിരെയും അദ്ദേഹത്തിന് ഉത്തരം നൽകാനുണ്ട് എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. വരും ദിവസങ്ങളിലും മാധ്യമങ്ങളിലൂടെ തന്നെ അദ്ദേഹം ജനങ്ങളോട് സംവദിക്കുമെന്ന് പറഞ്ഞാണ് ഈ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. ശരി, കണ്ണൻ ദേവാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധിയുടെ ചിത്രവും കുറിപ്പും ഫേസ്ബുക്കിൽ പങ്കുവച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ടതിന് പിന്നാലെയാണ് പോസ്റ്റ്. പരിഹസിച്ചു, കുറ്റപ്പെടുത്തി, സംഘടിതമായി അയാളെ ആക്രമിച്ചു വീഴ്ത്താൻ ശ്രമിച്ചു. സ്തുതി പാടിയവർ വിമർശകരായി. കുത്തിയിട്ടും പരിഭവങ്ങളില്ലാതെ അയാൾ പോരാടുന്നു. കാരണം അയാൾക്ക് ഈ പ്രസ്ഥാനമാണ് വലുത്. പദവികൾക്കപ്പുറം അയാൾ കോൺഗ്രസുകാരനാണ് എന്നാണ് പോസ്റ്റിലുള്ളത്. MLA സ്ഥാനം രാജിവെക്കാൻ രാഹുലിന് മേൽ സമ്മർദ്ദമേറുകയാണ്. സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യവുമായി കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. രാജിവെക്കണമെന്ന് രമേശ് ചെന്നിത്തലയും പാർട്ടി മാതൃകാപരമായ നടപടി സ്വീകരിക്കുമെന്ന് K മുരളീധരനും പറഞ്ഞു. അതേസമയം ഉപതെരഞ്ഞെടുപ്പിന്റെ സാധ്യതയിൽ നിയമോപദേശം തേടിയിരിക്കുകയാണ് KPCC. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കൂടുതൽ ശബ്ദ സന്ദേശങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യത്തിന്മേൽ സമ്മർദ്ദമേറിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശനും മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയും രാഹുൽ മാങ്കൂട്ടം രാജി സമർപ്പിക്കണമെന്ന നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. കൂടുതൽ വെളിപ്പെടുത്തലുകളുടെ സാഹചര്യത്തിൽ രാഹുൽ പദവിയിൽ തുടരുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നാണ് രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെയും പാർട്ടിയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെയും അറിയിച്ചത്.
രാഹുലിനെതിരെ പുറത്തുവരുന്ന ശബ്ദരേഖകൾ പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണെന്നും മാതൃകാപരമായ തീരുമാനം പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും കെ മുരളീധരനും പ്രതികരിച്ചു. രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് കോൺഗ്രസിലെ വനിതാ നേതാക്കളും ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. മുതിർന്ന നേതാവ് ഷാനിമോൾ ഉസ്മാനും ഘടകകക്ഷി നേതാവ് KK രമയുമാണ് രാജി ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാഹുലിനെതിരെയുള്ള വാർത്തകൾ പുറത്തുവരുന്നത് ഭയപ്പാടുണ്ടാക്കുന്നതായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ഭാര്യ ആശയും സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച സന്ദേശത്തിൽ വ്യക്തമാക്കി. അതേസമയം രാഹുലിന്റെ രാജി ആവശ്യപ്പെടുന്നതിന് മുമ്പേ ഉപതെരഞ്ഞെടുപ്പിന് സാധ്യതയുണ്ടോ എന്ന നിയമോപദേശം തേടിയിരിക്കുകയാണ് KPCC. രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന അടക്കമുള്ള കടുത്ത നിലപാടുകളും കോൺഗ്രസ് നേതൃത്വം പരിശോധിക്കുന്നുണ്ട്. രാഹുൽ പ്രശ്നത്തിലൂടെ പാർട്ടിക്കുണ്ടായ കളങ്കം രാഹുലിന്റെ രാജിയിലൂടെ പരിഹരിക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനമെന്നാണ് സൂചന. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുമായി ബന്ധപ്പെട്ട വിഷയം വളരെ ഗൗരവതരമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. MLA സ്ഥാനം രാജിവെക്കണമെന്നാണ് വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അതേസമയം അധ്യക്ഷ പദവി രാജിവെച്ചതോടെ മാതൃകാപരമായ നടപടി പാർട്ടി എടുത്തുവെന്നും നേതാക്കൾ അവകാശപ്പെടുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവയ്ക്കണമെന്ന നിലപാടാണ് ഭൂരിഭാഗം നേതാക്കൾക്കുമുള്ളത്. തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന സൂചനയാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കുന്നത്. വൈകാതെ ഇത്തരം കാര്യങ്ങൾ എന്താണ് പാർട്ടിയുടെ തീരുമാനമെന്ന് നിങ്ങളെ അറിയിക്കാം. എന്നാൽ രാഹുലിന്റെ രാജി വിഷയത്തിൽ പ്രതികരിക്കാതെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒഴിഞ്ഞുമാറി. ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്തെന്നായിരുന്നു KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. എല്ലാ അഭിപ്രായങ്ങളും പരിഗണിച്ച് ഉചിതമായ തീരുമാനം അതിൻ്റെതായ സമയത്തെടുക്കും. എന്നാൽ ജനങ്ങളോട് ധാർമ്മികത കാണിക്കണമെന്നും രാജിവെച്ച് മാറി നിൽക്കണമെന്നും ഉമാ തോമസ് MLA ആവശ്യപ്പെട്ടു. നിമിഷം മുമ്പ് രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. രാഹുൽ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിൽ നിന്ന് തന്നെ കോൺഗ്രസ് പാർട്ടി സ്ത്രീകൾക്ക് നൽകുന്ന പ്രാധാന്യം വ്യക്തമാണെന്ന് ജബി മേത്തർ MP പ്രതികരിച്ചു. കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്നത് അസാധാരണവും അതീവ ഗൗരവതരവുമായ സംഭവമെന്ന് മന്ത്രി P രാജീവ് പ്രതികരിച്ചു. എന്തായാലും നല്ല സംരക്ഷണത്തോടുകൂടി വളർത്തിക്കൊണ്ടുപോകുന്നതാണല്ലോ. അപ്പോൾ അവർക്കെല്ലാം അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണ കവചം ഒരുക്കുന്നത് KC വേണുഗോപാലും VD സതീശനുമാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് ആരോപിച്ചു. രാഹുൽ രാജിവെക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി അഭിപ്രായം. രാജിയിൽ കവിഞ്ഞൊന്നും തന്നെ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിനുണ്ടായ ക്യാൻസറാണെന്ന് PV അൻവർ വിമർശിച്ചു. 1, 2, 3, 4, 5, 6 എന്താ പറയുക സ്ത്രീകളല്ല പരാതി നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വിഷയത്തിനേക്കാളും അങ്ങേയറ്റം ഗൗരവമായിട്ട് പൊതുസമൂഹം ഈ വിഷയത്തെ കാണുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉചിതമായ നടപടി ഉടൻ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് വനിതാ നേതാവ് ബിന്ദു കൃഷ്ണ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണം. രാഷ്ട്രീയത്തിന്റെ മൂല്യം ധാർമ്മികതയാണ്. ധാർമ്മികതയ്ക്കും മൂല്യങ്ങൾക്കും മുൻതൂക്കം നൽകുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ്. പ്രസ്ഥാനത്തിനും നാടിനും വേണ്ടി MLA സ്ഥാനത്തു നിന്നും മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മാറണമെന്നും ബിന്ദു കൃഷ്ണ ആവശ്യപ്പെട്ടു. ഒരു കാലത്തും കോൺഗ്രസിൽ അങ്ങനെ അഭിപ്രായം പറയുന്നത് വിലക്കിയിട്ടില്ല. അങ്ങനെയുള്ള വിലക്കുകളൊന്നും ഞങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. തീർച്ചയായും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ശ്രീ രാഹുലിൻ്റെ കാര്യത്തിൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത വലിയൊരു സംഭവം പുറത്തേക്ക് വന്നു. അദ്ദേഹം അത് നിഷേധിച്ചിട്ടുമില്ല. തീർച്ചയായും അല്ലെങ്കിൽ ഇത് തെറ്റാണെന്നുള്ള പറയാത്തൊരു സാഹചര്യത്തിൽ മറ്റ് കാര്യങ്ങളിലേക്ക്, അതായത് അതിൻ്റെ സാങ്കേതികത്വത്തിലേക്കൊന്നും പോകാതെ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ മൂല്യമെന്ന് പറയുന്നത് ധാർമ്മികതയാണ്. തൃശൂരിൽ ദേശീയപാത മേൽപ്പാലം അപ്രോച്ച് റോഡിന്റെ സ്ലാബ് നിലംപതിച്ചു. ബൈക്ക് യാത്രികരായ 2 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മന്ദലംകുന്ന് ബദർപള്ളിക്ക് സമീപം ഇന്ന് രാവിലെയായിരുന്നു സംഭവം. ഈ സമയത്ത് വാഹനങ്ങളും ആളുകളും ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. ഇത് 2ാം തവണയാണ് ഇത്തരത്തിൽ സ്ലാബ് റോഡിലേക്ക് വീഴുന്നത്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കുതിപ്പ് തുടർന്ന് ഇന്ത്യ. ബഹിരാകാശ മേഖലയിലെ നിർണായക ചുവടുവെപ്പുകൾക്കായുള്ള പരീക്ഷണങ്ങൾ വിജയകരമായി തുടരുന്നു. ഒപ്പം പ്രതിരോധ മേഖലയെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളും നടക്കുകയാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റത്തിന്റെ ആദ്യ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി. ഇന്നലെ ഉച്ചയ്ക്ക് 12:30 ഒഡീഷ തീരത്ത് വെച്ചാണ് പരീക്ഷണം നടന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് എക്സ്പോസ്റ്റ് വഴി ഇക്കാര്യം അറിയിച്ചത്. പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യൻ ശ്രമങ്ങളിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഇത്.
അത്യാധുനിക തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ സംയോജിപ്പിച്ചുള്ള ബഹുതല പ്രതിരോധ കവചമാണ് ഇത്. താഴ്ന്നു പറക്കുന്ന ഡ്രോണുകൾ മുതൽ അതിവേഗ ശത്രുവിമാനങ്ങളും മിസൈലുകളും വരെയുള്ള വിവിധ വ്യോമ ഭീഷണികളെ നിർവീര്യമാക്കാൻ ഈ സംവിധാനങ്ങൾക്ക് കഴിയും. ഗഗൻയാൻ ദൗത്യത്തിന് മുന്നോടിയായുള്ള നിർണായക പരീക്ഷണവും പൂർത്തിയായി. ബംഗാൾ ഉൾക്കടലിന് സമീപം ശ്രീഹരിക്കോട്ടയിലായിരുന്നു ഇന്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റിന്റെ പരീക്ഷണം. ISROയും നാവികസേനയും സംയുക്തമായാണ് പരീക്ഷണം നടത്തിയത്. ഗഗൻയാൻ ദൗത്യത്തിന്റെ അവസാന ഘട്ടത്തിൽ ബഹിരാകാശ യാത്രികരെ സുരക്ഷിതമായി ലാൻഡ് ചെയ്യിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ശേഷിയും സുരക്ഷയും സ്ഥിരീകരിക്കുന്നതിനുള്ള നിർണായക ഘട്ടമാണ് ഇത്. ഇന്ത്യൻ വ്യോമസേനയുടെ ചിനുക് ഹെലികോപ്റ്ററിൽ നിന്ന് 3 മുതൽ 5 കിലോമീറ്റർ ഉയരത്തിൽ ബഹിരാകാശ യാത്രികർ ഉൾപ്പെടുന്ന ക്രൂ മോഡ്യൂൾ പാരച്യൂട്ട് വഴി സുരക്ഷിതമായി താഴെ ഇറക്കാൻ കഴിയുമോ എന്നാണ് നിരീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയ പദ്ധതിയായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ മാതൃക ISRO കഴിഞ്ഞ ദിവസം പുറത്തിറക്കി. ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് മാതൃക പുറത്തിറക്കിയത്. 2028 ആകുമ്പോഴേക്കും ആദ്യ മൊഡ്യൂൾ ഭ്രമണപഥത്തിലെത്തിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഭൂമിയിൽ നിന്ന് 450 കിലോമീറ്റർ ഉയരത്തിലാണ് ഇവ സ്ഥാപിക്കുക. 2035 ആകുമ്പോഴേക്കും 5 മോഡ്യൂളുകൾ ഭ്രമണപഥത്തിലെത്തിക്കും. ബഹിരാകാശത്തിലെ വിവിധ ഘടകങ്ങളുടെ പഠനത്തിനുള്ള ഗവേഷണ കേന്ദ്രം എന്ന നിലയിലാവും BAS പ്രവർത്തിക്കുക. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ശുഭാൻഷു കണ്ട ഭൂമി, ശുഭാൻഷു കണ്ട ഇന്ത്യ. ആകാശത്തു നിന്നുള്ള ഭൂമിയുടെ മനോഹരമായ ദൃശ്യം പങ്കുവച്ച് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല. Before I play this video, what you would see is this is the earth upside down. And the green glow that you see is prevalent in the upper layers of atmosphere because of oxygen atoms which are there which get excited. So you would continuously see the green glow. On the bottom of the screen are the stars, and the top portion would be the earth, and we would be passing over India. And so this is the general setting of this scene. So I would be quiet now and I would let you watch the video. The flashes that you see are the thunderstorms, the lightnings that are happening. Comes. That is Bangalore and Hyderabad. And as we pass over this, you will also see the orbit, sunrise from the orbit. This was the site that you saw 16 times a day. So, and you never really get bored of it. ജമ്മു കശ്മീരിൽ കനത്ത മഴ തുടരുന്നു. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പലയിടങ്ങളിലും പ്രളയ സമാനമായ സാഹചര്യമാണ്. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള നിർദ്ദേശം നൽകി. അതിനിടെ കിഷ്ത്വാറിലെ മിന്നൽ പ്രളയത്തിൽ പരിക്കേറ്റവരെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സന്ദർശിച്ചു. മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉണ്ടായ ഉത്തരാഖണ്ഡിലെ ചമോലിയിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ദുരിതബാധിത മേഖലകൾ സന്ദർശിച്ചു. ജാർഖണ്ഡിൽ 24 മണിക്കൂറിനിടെ 5-ലധികം പേർ മഴക്കെടുതിയിൽ മരിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് നിരവധി പേരെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. രാജസ്ഥാനിലും ഒഡീഷയിലും ഗുജറാത്തിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ്. രാജസ്ഥാനിൽ ചമ്പൽ നദിയിലെ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിലെത്തി. ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിലും മഴക്കെടുതി രൂക്ഷമാണ്. കൊല്ലത്ത് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 80 ഗ്രാം MDMA പിടികൂടി. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് ഓഫ് ടീം നടത്തിയ പരിശോധനയിലാണ് MDMAയുമായി അഖിൽ ശശിധരൻ പിടിയിലായത്. എറണാകുളത്ത് നിന്നും KSRTC സ്വിഫ്റ്റ് ബസ്സിൽ MDMA കൊല്ലത്തെത്തിച്ച ഇയാൾ മറ്റൊരാൾക്ക് കൈമാറാൻ ശ്രമിക്കുന്നതിനിടെയാണ് പിടിയിലായത്. തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന IPS ഉദ്യോഗസ്ഥനെതിരെ പരാതി നൽകി വനിതാ SIമാർ. മോശം പരാമർശങ്ങൾ അടങ്ങിയ സന്ദേശം അയച്ചതിന് DIG അജിത ബീഗത്തിനാണ് 2 വനിതാ SIമാർ പരാതി നൽകിയത്. DGPക്ക് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ SP മെറിൻ ജോസഫിനെ ഇത് സംബന്ധിച്ച അന്വേഷണത്തിന് നിയോഗിച്ചു. തലസ്ഥാനത്ത് ജോലി ചെയ്യുന്ന IPS ഉദ്യോഗസ്ഥനെതിരെയാണ് മോശം പരാമർശമടങ്ങിയ സന്ദേശങ്ങൾ അയച്ചതായി ചൂണ്ടിക്കാട്ടി 2 വനിതാ SIമാർ DIG അജിത ബീഗത്തിന് പരാതി നൽകിയത്. തെക്കൻ ജില്ലയിൽ ജില്ലാ പോലീസ് മേധാവിയായിരുന്നപ്പോൾ സന്ദേശം അയച്ചു എന്നാണ് പരാതി. തിരുവനന്തപുരത്ത് സുപ്രധാന പദവിയിലാണ് ഇദ്ദേഹം ഇപ്പോൾ ജോലി നോക്കുന്നത്.
നേരത്തെ ക്രമസമാധാന ചുമതലയടക്കം ഇദ്ദേഹം വഹിച്ചിരുന്നു. പരാതിക്കൊപ്പം സന്ദേശങ്ങളുടെ വിവരങ്ങളും കൈമാറിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വനിതാ SI-മാരിൽ നിന്നും മൊഴിയെടുത്ത DIG ജോലിസ്ഥലത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്ന പോഷ് ആക്ട് പ്രകാരം അന്വേഷണം വേണമെന്ന് DGPക്ക് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കി. ഇതേ തുടർന്ന് SP മെറിൻ ജോസഫിനെ DGP അന്വേഷണത്തിന് നിയോഗിച്ചിട്ടുണ്ട്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ IPS ഉദ്യോഗസ്ഥൻ കുറ്റക്കാരനാണെന്ന് കണ്ടാൽ ഇയാൾക്കെതിരെ വകുപ്പ് തല നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സർവകലാശാലകളിലെ സ്ഥിരം വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ വിജ്ഞാപനം പുറത്തിറക്കി സർക്കാർ. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC-മാരുടെ നിയമനത്തിലാണ് വിജ്ഞാപനം പുറത്തിറക്കിയത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർമാരുടെ സ്ഥിരം നിയമനത്തിലാണ് സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുന്നത്. സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഇക്കാര്യത്തിൽ സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. UGC നിഷ്കർഷിച്ച യോഗ്യതയുള്ളവർക്ക് അപേക്ഷ നൽകാം. സെപ്റ്റംബർ 19 വരെയാണ് അപേക്ഷിക്കാനുള്ള സമയപരിധി. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ ഗവർണർ നേരിട്ട് താൽക്കാലിക നിയമനം നടത്തിയതിനെ ചോദ്യം ചെയ്താണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. നിലവിൽ വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ സെർച്ച് കമ്മിറ്റിയെ കോടതി തിരഞ്ഞെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ടവരുടെ പട്ടിക സർക്കാരും ഗവർണറും കോടതിക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലർമാർ വേണമെന്ന സുപ്രീം കോടതിയുടെ പരാമർശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സർക്കാർ പുതിയ വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിലക്കയറ്റം തടയാൻ കൃത്യമായ വിപണി ഇടപെടൽ നടത്തുന്നുണ്ടെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. ദേവിക ചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഈ വിലക്കയറ്റം ഒരു വില്ലനാകുമോ എന്ന ആശങ്ക എല്ലാ മലയാളികൾക്കുമുണ്ട്. നമ്മളോടൊപ്പം ഇപ്പോൾ മന്ത്രി GR അനിൽ ചേരുന്നുണ്ട്. സർ, ഈ ഓണക്കാലമാണ് വരുന്നത്. സാധനങ്ങളുടെ വിലക്കയറ്റം, അതായത് അവശ്യ സാധനങ്ങളായി വെളിച്ചെണ്ണ പോലെയുള്ളവയുടെ വിലക്കയറ്റം സാധാരണക്കാരനെ വലിയ ആശങ്കയിലോട്ട് തള്ളിവിടുന്നതാണ്. സപ്ലൈകോകളിലൂടെ എത്തരത്തിലുള്ള വിപണി ഇടപെടൽ നടത്താനാകുമെന്നാണ് കരുതുന്നത്? സപ്ലൈകോ ഫലപ്രദമായിട്ടുള്ള വിപണി ഇടപെടലാണ് ഈ ഓണം കണ്ടുകൊണ്ട് നടത്തിയിരിക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങളിൽ അരി, അതുപോലെ വെളിച്ചെണ്ണ, അതുപോലെ മുളക് അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ എപ്പോഴും ഓണത്തിന് അല്ലെങ്കിൽ ഉത്സവ നാടുകൾ വില വർദ്ധിക്കുന്ന രീതിയാണ്. എന്നാൽ കേരളത്തിലെ എല്ലാ കാർഡ് ഉടമകൾക്കും ആവശ്യാനുസൃതമായ ഇത്തരം ഉൽപ്പന്നങ്ങൾ ഇത്തവണ ഗവൺമെൻറ് സപ്ലൈകോയെ ഒരുക്കിയിട്ടുണ്ട്. ഭക്ഷ്യവകുപ്പ് തന്നെ റേഷൻ കടകളിലൂടെ 15 കിലോ 10 രൂപ 90 പൈസയ്ക്ക് അരി നൽകുകയാണ്. സപ്ലൈകോയിലെത്തിയാൽ അതേ കാർഡ് ഉടമകൾക്ക് 20 കിലോ അരി 25 രൂപയ്ക്ക് നൽകുകയാണ്. അവർക്ക് ലഭിച്ചിരുന്ന 8 കിലോ അരിക്ക് പുറമെയാണ്. അതുപോലെ മുളക് 500 ഗ്രാം മുളക് സബ്സിഡിയായി നൽകിയിരുന്നെങ്കിൽ ഇത്തവണ ഫലത്തിൽ 2 കിലോ മുളക് 2 തവണയായി വാങ്ങാൻ കഴിയുന്ന സബ്സിഡി നിരക്കിൽ 119 രൂപ നിരക്കിൽ വാങ്ങാൻ കഴിയുന്ന അവസരം ഒരുക്കിയിരിക്കുകയാണ്. വെളിച്ചെണ്ണയുടെ കാര്യം എടുത്തു നോക്കിയാൽ 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 349 രൂപ നിരക്കിൽ സപ്ലൈകോയുടെ ശബരി വെളിച്ചെണ്ണ വാങ്ങാൻ കഴിയും. അതുതന്നെ ഈ മാസം വീണ്ടും വാങ്ങാൻ കഴിയുന്ന 2 കിലോ ഫലത്തിൽ ഓണം പ്രമാണിച്ച് വാങ്ങാനുള്ള അവസരം ജനങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. ഇതുപോലെ കേരഫെഡിൻ്റെ വെളിച്ചെണ്ണയുടെ മാർക്കറ്റ് വില 529 ആണെങ്കിൽ 445 രൂപയ്ക്ക് സപ്ലൈകോ കടയിൽ നിന്ന് വാങ്ങാം. വിവിധങ്ങളായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ സബ്സിഡി നിരക്കിലും പല വിധത്തിൽ വിലക്കിഴിവിലും ഓഫറുകളിലൂടെയും വിവിധ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളടക്കം സപ്ലൈകോയിൽ നിന്ന് വാങ്ങുന്നതിലൂടെ ഓണത്തിന് ഏറെ ആശ്വാസം പകരുന്ന ഒരു നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തവണ വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഓണം ഫെയറുകൾ തന്നെ 140 നിയോജക മണ്ഡലങ്ങളുടെ നടത്താനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ നാളെ ബഹുമാന്യനായ മുഖ്യമന്ത്രി സംസ്ഥാന തലത്തിൽ പുത്തരിക്കണ്ടത്ത് ഓണം ഫെയർ ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം ജില്ലാ കേന്ദ്രങ്ങളിൽ ഓണം ഫെയറുകൾ, നിയോജക മണ്ഡലം കേന്ദ്രങ്ങളിൽ ഔട്ട്ലെറ്റുകൾ വലിയ തോതിൽ ഓണം ഫെയറുകളായി മാറും. ഇതിനെല്ലാം പുറമെ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളില്ലാത്ത പ്രദേശങ്ങളിൽ സഞ്ചരിക്കുന്ന ഓണച്ചന്തകൾ, ആ സഞ്ചരിക്കുന്ന ഓണച്ചന്തകൾ ഇത്തവണയുള്ള പ്രത്യേകത അവിടെ നിന്ന് സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള അവസരം ജനങ്ങൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ആളുകൾക്ക് കയ്യെത്തുന്ന തരത്തിൽ, കയ്യെത്തും ദൂരത്ത് ഈ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിലൂടെ ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമായിരിക്കും. ഞാൻ പ്രതീക്ഷിക്കുന്നത് കേരളത്തിൻ്റെ ഒരു 3/2 ഭാഗം ജനങ്ങൾ ആശ്രയിക്കുന്ന കേന്ദ്രമായി സപ്ലൈകോ ഓണത്തിന് മാറുമെന്നാണ്. സാധാരണക്കാർക്ക് വലിയ പ്രതിസന്ധിയൊന്നുമില്ലാതെ ഈ ഓണക്കാലവും ആഘോഷിക്കാനാകുമെന്ന് തന്നെയാണ്. അതെ, അതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു അനുഭവം കാണുന്നത്. വിവിധങ്ങളായിട്ടുള്ള ചെറുതും വലുതുമായ സ്ഥാപനങ്ങൾ കിറ്റ് കൊടുക്കാൻ വേണ്ടി വലിയ തോതിൽ സപ്ലൈകോയെ സമീപിക്കുകയാണ്.
അതെല്ലാം കാണിക്കുന്നത് ജനങ്ങൾക്ക് വളരെ വളരെ ആശ്വാസകരമാക്കാൻ സഹായിക്കുമെന്നാണ് കാണുന്നത്. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. അതുതന്നെയാണ് പറയുന്നത്. കൃത്യമായിട്ടുള്ള വിപണി ഇടപെടലിലൂടെ ഈ ഓണക്കാലം വലിയ പ്രതിസന്ധിയില്ലാതെ മലയാളികൾക്ക് ആഘോഷമാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് മന്ത്രി സൂചിപ്പിച്ചത്. ക്യാമറമാൻ സനിലിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. സപ്ലൈകോ ഓണച്ചന്തയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ പറഞ്ഞു. സപ്ലൈകോ ഇല്ലാത്ത നിയോജക മണ്ഡലങ്ങളിലെ പ്രദേശങ്ങളിൽ സഞ്ചരിക്കുന്ന ഓണച്ചന്തകൾ എത്തിച്ചേരും. സപ്ലൈകോ സൂപ്പർമാർക്കറ്റുകളിൽ ഇന്ന് വെളിച്ചെണ്ണയ്ക്ക് പ്രത്യേക വിലക്കുറവുണ്ട്. 457 രൂപ വിലയുള്ള 1 ലിറ്റർ കേര വെളിച്ചെണ്ണ ഇന്ന് 445 രൂപയ്ക്ക് ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സപ്ലൈകോയുടെ ഓണച്ചന്ത കേരളത്തിൻ്റെ ബഹുമാനനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇത്തവണ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സഞ്ചരിക്കുന്ന ഓണച്ചന്തകൾ നാളെ വൈകുന്നേരം മുതൽ തുടങ്ങുകയാണ്. ടോട്ടൽ ഫോർ യു തട്ടിപ്പുകാരൻ ശബരിനാഥിനെതിരെ വീണ്ടും തട്ടിപ്പിന് കേസ്. ഒരു അഭിഭാഷകനിൽ നിന്ന് 34 ലക്ഷം തട്ടിയെന്നാണ് പരാതി. സംഭവത്തിൽ വഞ്ചിയൂർ പോലീസ് കേസെടുത്തു. ഓൺലൈൻ ട്രേഡിംഗ് നടത്താനായി പണം വാങ്ങി തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരബാധിതരുടെ എണ്ണം വർദ്ധിച്ചതോടെ ആശങ്കയിലാണ് ആരോഗ്യവകുപ്പ്. നിലവിൽ 7 പേരാണ് രോഗം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. 45-കാരനായ വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. അതേസമയം 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ നില മാറ്റമില്ലാതെ തുടരുന്നു. മലപ്പുറം സ്വദേശികളായ 47-കാരനും 11-കാരിയും 55-കാരനും കോഴിക്കോട് ജില്ലക്കാരായ 7 വയസ്സുകാരനും 3 മാസം പ്രായമുള്ള കുഞ്ഞും യുവാവും വയനാട് സ്വദേശി 45-കാരനുമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ളത്. ഇതിനു പുറമെ ഒരാൾ രോഗലക്ഷണങ്ങളോടുകൂടിയും ചികിത്സയിലുണ്ട്. 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ നില ഗുരുതരമായി തുടരുകയാണ്. കുഞ്ഞിന് കിണർ വെള്ളത്തിൽ നിന്നും താമരശ്ശേരിയിൽ രോഗം ബാധിച്ച് മരിച്ച പെൺകുട്ടികൾക്കും 7 വയസ്സുകാരൻ സഹോദരനും കുളത്തിൽ നിന്നും രോഗമുണ്ടായെന്നാണ് നിഗമനം. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിലാണ് ആരോഗ്യവകുപ്പ്. രോഗം റിപ്പോർട്ട് ചെയ്ത പ്രദേശത്തെല്ലാം ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായിക്കൊണ്ടിരിക്കുകയാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. വള്ളംകളിയുടെ മത്സരാവേശത്തോടൊപ്പം കാണികളെ ആവേശത്തിലാഴ്ത്തുന്ന ഒന്നാണ് കമന്ററിയും. ആ കമന്ററിയെ സ്നേഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയുണ്ട് ആലപ്പുഴയിൽ. കൊടുപ്പുന്ന ഗവൺമെന്റ് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി സോജൻ. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ കമന്ററി പറയുക എന്നതാണ് ഈ കൊച്ചുമിടുക്കന്റെ ലക്ഷ്യം. വർണ്ണങ്ങൾ തുടിക്കുന്നു മണിനാഗത്താന്മാരെ പോലെ പുന്നമടയിൽ 3 കരിനാഗങ്ങൾ ഇതാ ഒരുമിച്ച് വരുന്ന കാഴ്ച. 10 വിരിച്ച് ചീറിയെടുക്കുന്ന സർപ്പ സൗന്ദര്യം, കരിനാഗങ്ങളുടെ സർപ്പ സൗന്ദര്യം കാണണമെങ്കിൽ പുന്നമടയുടെ ഈ ദൃശ്യങ്ങളിലേക്ക് കണ്ണോടിക്കുക. രാജകീയമായ വരവാണിത്. പുന്നമടയെ കീറിമുറിച്ച് മിന്നൽ വേഗത്തിൽ തുഴയെറിഞ്ഞ് സമയത്തിന്റെ സെക്കൻഡ് സൂചികളെ നിശ്ചലമാക്കി അവർ കടന്നു വരികയാണ്. പുന്നമടയുടെ ഓളപ്പരപ്പിൽ കരുതാകങ്ങളെ പോലെ ചുണ്ടൻ വള്ളങ്ങൾ കുതിച്ചങ്ങനെ പായുമ്പോൾ ആ മത്സരാവേശത്തിന് കൊഴുപ്പേകി ആസ്വാദകരുടെ കാതുകളിൽ ജലോത്സവത്തിന്റെ വീറും വാശിയും അതേപടി അടയാളപ്പെടുത്തുന്നവരാണ് കമന്റേറ്റർമാർ. ആ ശബ്ദവീചികൾ മുഴങ്ങിക്കേൾക്കാതെ ജലോത്സവം ഒരിക്കലും അർത്ഥപൂർണമാകില്ല. ഇതാ PBCയുടെ പീരങ്കിപ്പട, കൈനകരിയുടെ മിസൈൽ പട, വെടിയുണ്ട പോലെ പോലീസും, ഇതാ വിയപുരവും നടുഭാവവും മഹാദേയുടെ കാട്ടിത്തക്കലും. PBC, UBC, അതേ PBC, UBC, KPBC അല്പം മുന്നിലേക്ക് പള്ളാത്തുരുത്തിയുടെ വിയപുരം കൈനകരിയുടെ കോട്ട പിടിച്ചടക്കുന്ന കാഴ്ച. കൈനകരിയുടെ കോട്ടകളിലേക്ക് പള്ളാത്തുരുത്തി ഇടിച്ചു കയറുന്നു. നെഞ്ചകങ്ങളിലേക്ക് ഇടിനാദം മുതൽ ഇതാ പള്ളാത്തുരുത്തിയും നടുഭാഗവും പോലീസും കടന്നു പോകുന്നു. ഈ മുഴങ്ങിക്കേട്ടത് ഒരു 9ാം ക്ലാസ്സുകാരൻ്റെ എളിയ പരിശ്രമമാണെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ട. വള്ളംകളി കമന്ററിയെ സ്നേഹിച്ച ആലപ്പുഴ കൊടുപ്പുന്ന ഗവൺമെൻറ് ഹൈസ്കൂളിലെ 9ാം ക്ലാസ്സുകാരൻ സോജിൻ്റെ കമന്ററി മോഹത്തിൻ്റെ തുടക്കമാണിത്. കായലിൽ വെള്ളമോളം തല്ലും പോലെ ഉയർന്നും താഴ്ന്നും ഈരടികൾ ഉൾച്ചേർത്തും അണമുറിയാതെ ഒഴുകുന്ന കമന്ററി എന്ന കല ഈ കുട്ടിത്താരത്തിന് അത്രമേൽ പ്രിയങ്കരമായതിൽ ആർക്കാണ് അത്ഭുതപ്പെടുവാൻ കഴിയുക? കുട്ടനാട്
കുട്ടനാട്ടുകാരുടെ ഈ ആവേശമാണ് സോജിനെയും വള്ളംകളിയോട് അടുപ്പിച്ചത്. ഫുട്ബോൾ കളിക്കിടയിൽ കമന്ററി അവതരിപ്പിച്ച് ബോളിന് പിന്നാലെ പാഞ്ഞ സോജിന്റെ ഈ കഴിവിനെ ആദ്യം തിരിച്ചറിയുന്നത് സ്കൂളിലെ കൗൺസിലർ കൂടിയായ ഷെറിൻ എന്ന അധ്യാപികയാണ്. പ്രിയപ്പെട്ട അധ്യാപിക പിന്തുണയും പ്രചോദനവുമായി ഒപ്പം ചേർന്നതോടെ സോജിനിലെ കമന്റേറ്ററും വളർന്നു. സ്കൂളിനെ പ്രതിനിധീകരിച്ച് കമന്ററി മത്സരങ്ങളിൽ ഉൾപ്പെടെ പങ്കെടുത്ത സ്കൂളിന് അഭിമാനമായി മാറിയ സോജിൻ സ്കൂൾ ലീഡർ കൂടിയാണ്. അങ്ങനെ എന്നോട് അവൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോഴാണ് ഇവന് കമൻട്രിയുടെ ആ ഒരു ടേസ്റ്റ് അവന് പറ്റുന്നുണ്ട്. പിന്നെ അവനെ പതിയെ ഞാൻ മോട്ടിവേറ്റ് ചെയ്തു. അങ്ങനെ നിനക്ക് പറയാൻ പറ്റുമോ, നെഹ്റു ട്രോഫിയുടെ കമൻട്രി നിനക്കൊന്ന് കാണാതെ പറയാൻ പറ്റുമോ, നിനക്കറിയുമോ? അപ്പോൾ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അവൻ പറയുവാണ്, എനിക്ക് കൈനകരി ഇതിൻ്റെ നന്നായിട്ട് പറയാനായിട്ട്, നെഹ്റു ട്രോഫിയുടെ ആണ് നന്നായിട്ട് പറയാൻ പറ്റും ടീച്ചറെ, ഞാൻ ഒന്ന് പറഞ്ഞു നോക്കിയേ എന്ന് ചോദിച്ചപ്പോൾ അവൻ നല്ല ഭംഗിയായിട്ട് പറയുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അതൊന്ന് പൊടിതട്ടി മോട്ടിവേറ്റ് ചെയ്ത് അവനെ ഒന്ന് പിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന്. ഇനി ലക്ഷ്യം നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ജലോത്സവ നാളിൽ പുന്നമടയിലെ പവലൈനിൽ കമന്ററി മൈക്കിന് മുന്നിലേക്ക് 10,000 തിങ്ങി നിറഞ്ഞ വേദിയിൽ ആവേശത്തിൻ്റെ അലയൊലികൾ തീർത്ത ഫിനിഷിംഗ് പോയിന്റിലൂടെ ജലോത്സവ പ്രേമികളുടെ ഹൃദയത്തിലേക്ക് കൂടി ഓടിക്കയറണം. അതുമാത്രമാണ് കുട്ടനാടിൻ്റെ ഈ കുരുന്ന് താരത്തിൻ്റെ ലക്ഷ്യം. വിനോദ് കരുവാറ്റയ്ക്കൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ. വള്ളംകളിയുടെ ആഘോഷം ക്യാൻവാസുകളിലേക്ക് ആവാഹിച്ച് കുരുന്ന് കലാകാരന്മാർ. നെഹ്റു ട്രോഫി വള്ളംകളിക്ക് മുന്നോടിയായി നെഹ്റു ട്രോഫി പബ്ലിസിറ്റി കമ്മിറ്റി സംഘടിപ്പിച്ച നിറച്ചാർത്ത മത്സരവേദിയിലാണ് വിദ്യാർത്ഥികൾ ആവേശത്തിന്റെ നിറം ചാലിച്ച് ക്യാൻവാസിൽ പ്രതിഭ വിരിയിച്ചത്. ആലപ്പുഴ സെന്റ് ജോസഫ്സ് ഗേൾസ് സ്കൂൾ മുറ്റത്തായിരുന്നു കുട്ടികളുടെ കലാവേദി. ഓഗസ്റ്റ് 30 പുന്നമടക്കായലിൽ നടക്കുന്ന 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗമായാണ് നിറച്ചാർത്ത് മത്സരം സംഘടിപ്പിച്ചത്. മത്സരം PP ചിത്തരഞ്ജൻ MLA ചിത്രം വരച്ച് നിറം ചാർത്തി ഉദ്ഘാടനം ചെയ്തു. പ്രവാസികൾക്കായി നോർക്ക ഏർപ്പെടുത്തുന്ന ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഇന്ത്യയിലെ 14,000-ഓളം ആശുപത്രികളിൽ ചികിത്സ ഉറപ്പാക്കുന്നതാണ് പദ്ധതി. നോർക്ക കെയറിലേക്കുള്ള രജിസ്ട്രേഷൻ അടുത്ത മാസം 22-ന് തുടങ്ങുമെന്ന് നോർക്ക പ്രതിനിധികൾ ദുബായിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ അസുഖങ്ങൾക്കുള്ള ചികിത്സയ്ക്ക് 5 ലക്ഷം രൂപയും അപകടമരണം സംഭവിച്ചാൽ 10 ലക്ഷം രൂപയും ഉറപ്പാക്കുന്നതാണ് നോർക്ക കെയർ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി. ഭർത്താവ്, ഭാര്യ, 2 കുട്ടികൾ ഉൾപ്പെടുന്ന കുടുംബത്തിന് 13,275 രൂപയാണ് വാർഷിക പ്രീമിയം. അധികമായി ചേർക്കുന്ന ഓരോ കുട്ടിക്കും 4,130 രൂപ വീതം നൽകണം. വ്യക്തിഗത ഇൻഷുറൻസ് മാത്രമാണെങ്കിൽ 7,965 രൂപ നൽകിയാൽ മാത്രം മതി. നിലവിലുള്ള രോഗങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമെന്നതാണ് നോർക്ക കെയറിന്റെ പ്രത്യേകത. കേരളത്തിലെ 410 ആശുപത്രികളടക്കം ഇന്ത്യയിൽ 14,000 ആശുപത്രികളിൽ ക്യാഷ്ലെസ് ചികിത്സ ലഭ്യമാക്കും. 5 ലക്ഷം രൂപയുടെ മെഡിക്കൽ കവറും 14,000-ലധികം ഇന്ത്യയിലെ ആശുപത്രികളിൽ ക്യാഷ്ലെസ് ചികിത്സാ സംവിധാനമുണ്ട്. നോർക്ക ID കാർഡ് പദ്ധതിയിൽ ചേർന്നിരിക്കുന്ന പ്രവാസികൾക്കാണ് ഈ പദ്ധതിയിൽ ഭാഗമാക്കിയിരിക്കുന്നത്. അപകട ഇൻഷുറൻസ് കവറേജ് കൂടി ഈ പദ്ധതിയുടെ ഭാഗമായി വരുന്നുണ്ട്. ഒക്ടോബർ 22-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. പദ്ധതിയിൽ സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 21 വരെ അംഗങ്ങളാകാം. നവംബർ 1-നാണ് പദ്ധതി നിലവിൽ വരുന്നത്. ഇൻഷുറൻസ് പദ്ധതിയിൽ പ്രവാസികളെ ചേർക്കുന്നതിന്റെ ഭാഗമായി നോർക്ക സംഘടിപ്പിക്കുന്ന മേഖലാ യോഗങ്ങൾ UAE-യിൽ വിവിധയിടങ്ങളിൽ നടക്കുകയാണ്. വൈസ് ചെയർമാൻ P. ശ്രീരാമകൃഷ്ണനൊപ്പം നോർക്ക റൂട്ട് CEO അജിത് കൊളശ്ശേരി, സെക്രട്ടറി ഹരികിഷോർ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. അമൃത ന്യൂസ്, ദുബായ്. കോഴിക്കോട് വടകര ഒഞ്ചിയം ദേവി നിവാസിൽ MP മനീഷ് അന്തരിച്ചു. 44 വയസ്സായിരുന്നു. അമൃത TVയിലെ കഥയിലിത് ജീവിതം എന്ന പ്രോഗ്രാമിന്റെ മുൻ കോർഡിനേറ്റർ ആയിരുന്നു. റിട്ടയർഡ് SI പരേതനായ നാരായണക്കുറുപ്പാണ് അച്ഛൻ. അമ്മ മാലതി. ചേതേശ്വർ പൂജാര അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. 2023 ഓസ്ട്രേലിയക്കെതിരായ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലാണ് അദ്ദേഹം അവസാനമായി ഇന്ത്യക്കായി കളിച്ചത്. ഗുജറാത്തിലെ രാജ്കോട്ട് സ്വദേശിയാണ് പൂജാര. 2010 ഓസ്ട്രേലിയക്കെതിരെയാണ് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചത്. ഇന്ത്യക്കായി 103 ടെസ്റ്റിൽ നിന്ന് 43.6 ശരാശരിയിൽ 7,195 റൺസ് നേടിയിട്ടുണ്ട്. 206 റൺസാണ് ടെസ്റ്റിലെ ഉയർന്ന സ്കോർ. 19 സെഞ്ചുറിയും 35 അർദ്ധ സെഞ്ചുറിയും നേടിയിട്ടുണ്ട്. ദ്രാവിഡും ലക്ഷ്മണും വിരമിച്ചതിന് ശേഷം ഇന്ത്യൻ മധ്യനിരയിലെ അവിഭാജ്യ ഘടകമായിരുന്നു പൂജാര.